ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഓ കെ കെ. ഓ കാതൽ കൺമണിയോ? അയ്യോ അതല്ല, ഒരു കടന്നൽ കഥ. അങ്ങനൊന്നുണ്ടോ? പിന്നെ അപ്പൊ തുടക്കത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നേരെ പടത്തിലേക്ക് പോവാ. ഞാൻ രാജേന്ദ്രൻ, കൊല്ലപ്പറമ്പിൽ പ്രഭാകരൻ മകൻ രാജേന്ദ്രൻ, KP രാജേന്ദ്രൻ. എന്റെ കുട്ടിക്കാലം ഞാൻ കളിച്ചു വളർന്ന നാട് എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ ഇടുക്കിയുടെ കവാടം കോതമംഗലം. കോതമംഗലത്തു നിന്നും കിഴക്കോട്ട് മാറി തട്ടേക്കാട് എന്ന ഗ്രാമം പ്രശാന്ത സുന്ദരവും പ്രകൃതി രമണീയവുമായ ഏഷ്യയിലെ തന്നെ കളകളാരവും ഇളകി വരുന്ന കൊച്ചരുവികളാൽ സമ്പുഷ്ടമായ പ്രദേശം. കണ്ണിന് കുളിർമയേകുന്നതും കുഞ്ഞിക്കുരുവികളെ ഈ തട്ടേക്കാടിന്റെ തൊട്ടടുത്ത് തന്നെ ഭൂതത്താൻമാർ കെട്ടി എന്ന് പറയപ്പെടുന്ന ഭൂതത്താൻകെട്ട് ഡാമിനും. ഇതെന്താ ഗൂഗിൾ മാപ്പോ? വടക്കോട്ട് പോയി തെക്കോട്ട് നോക്കിയാ കിഴക്ക് കാണാം. കണ്ണിന് കുളിർമയേകുന്നതും കുഞ്ഞിക്കുരുവികളെ കൊണ്ടും പക്ഷിമൃഗാദികളെ കൊണ്ടും ചുറ്റപ്പെട്ട് കിടക്കുന്ന വനപ്രദേശം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഭൂതത്താൻമാർ കെട്ടി എന്ന് പറയപ്പെടുന്ന ഭൂതത്താൻകെട്ട് ഡാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലപ്പടി. ഈ കൊല്ലപ്പടിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കൊല്ലപ്പടിയിലാണ് ഞാൻ ജനിച്ചത്. കഴിഞ്ഞു, അത്രയും പറഞ്ഞാ മതി. അതിനാണ് ഇയാൾ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയ പോലെ എറണാകുളം വഴി കോതമംഗലം കയറി ഇടുക്കിയുടെ കളകളാരവം കണ്ട് തട്ടേക്കാട് ഇറങ്ങി ഭൂതം കെട്ടിയ ഭൂതത്താൻ ഡാമിൽ പോയി മുങ്ങി തോർത്തി വെളിക്കിരുന്ന്. എന്റെ വിവാഹ ജീവിതം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്താ ഇനി വാടക ഞാൻ കൊടുക്കണോ? അല്ല, ചോദിച്ചതാണ്, കുറെ നേരം ഇപ്പതേ. എന്റെ കുട്ടികളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം. QR കോഡ് എവിടെ? നല്ലൊരു സ്ഥലം കോതമംഗലം ടൗണിനടുത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ മോൻ ആകാശ്, അവൻ ദുബായിൽ നിന്ന് വരാറായി. ഈ കഥ തുടങ്ങുമ്പോ ഒരാള് 2 വീലർ ഓടിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അയാൾ ഏതോ ഒരു ആശുപത്രിയിലേക്ക് കയറി പോവുകയാണ്. പിന്നെ ഇയാള് വെറുതെ തൊള്ളെ തോന്നിയതൊക്കെ പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. അങ്ങനെ ബൈക്ക് വാ, നമ്മുടെ ചങ്ക രാജേന്ദ്രൻ ഓം വണ്ണം കുറക്കാൻ വേണ്ടി കിടക്കണ ഇവിടെ. ഏത് മറ്റേ തൂങ്ങിക്കിടക്കണ സാധനം ഇല്ലേ, ആ സാധനത്തിൽ നിന്ന് വന്ന അമുക്കുകള് പകനെ കൊത്തി തവിടുപൊടിയാക്കി. എന്താ ഇയാള് പറയണ്? എന്തൊക്കെയാണ് പറഞ്ഞത്? അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. ഇയാളാണ് നമ്മുടെ രാജേന്ദ്രൻ. ഇതിപ്പോ മൊത്തം തടിച്ച് വീർത്ത് ഇപ്പൊ പൊട്ടാംശനെ പോലെ ആയില്ല. ആ ജന്തുവിന്റെ പേരങ്ങൾ ഞമ്മടെ ബീഫിനിട്ടാലി ഞമ്മള് വിഷമിച്ചു പോകും. പോത്ത് വാങ്ങാൻ ഞമ്മടെ ഉമ്മറിന്റെ ഇറച്ചിക്കടയിൽ ചെന്ന് എങ്ങനെയാണ് രാജേന്ദ്ര 1 കിലോ ഇപ്പൊ പൊട്ടാംശാടാ ഉമ്മറ എന്ന് ചോദിക്കണത്? ഇതൊക്കെയാണോ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? ശരി ശരി. വെറുതെ ഓരോ നട്ടപ്രാന്ത് പറഞ്ഞിട്ട് നമ്മുടെ സമയം കളയാണ്. ഞാനേ എന്റെ മകളെ നിക്കാഹ് ക്ഷണിക്കാൻ വന്നാണ്. അടുത്ത മാസം 11-ാം തീയതി താൻ കടന്നു, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇങ്ങനെയാണെങ്കിൽ താൻ പിന്നെ വരണമെന്നില്ല കേട്ടോ, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതാ നല്ലത്. അതെ, ഇയാള് പോയി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആള് രാജേന്ദ്രനെ കാണാൻ വേണ്ടി വരികയാണ്. ബഷീറിന്റെ മോളുടെ കല്യാണോ? അയ്യോ, അത് അയാള് നേരത്തെ ക്ഷണിച്ചിട്ട് പോയി. നിങ്ങൾ വേറെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയൂ. അവൻ വന്നായിരുന്നു ആശാനെ. ചെസ് നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? സൂപ്പർ സ്റ്റാർ മാറി നിൽക്കും. 7 മാസത്തിനുള്ളിൽ സ്ഥലം മേടിച്ച് വീട് വെക്കാനാ. എനിക്കോ ഇതൊന്നും നടക്കുമെന്ന്. ഇവൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവും ഇഷ്ടപ്പെടത്തില്ല. അമ്മാവാ, ഇത് ഇവിടുന്ന് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ ഒരു സ്ഥലം ഞാൻ കണ്ടു. സെമിത്തേരി ആയിരിക്കും. ഈ സ്ഥലങ്ങളൊക്കെ ടൗണിനോട് അടുത്തിറങ്ങുന്ന സ്ഥലങ്ങളാ, നല്ല വിലയായിരിക്കും കേട്ടോ. ഇതിപ്പോ ആശുപത്രി പോയിട്ട് സ്ഥലക്കച്ചവടത്തിന്റെ മീറ്റിംഗ് ആയല്ലോ. ഞാനീ പറഞ്ഞ സ്ഥലമില്ലേ, അത് ഈ കണ്ണമാലി കവലയിലേക്കും കോതമംഗലം ടൗണിലേക്കും ജസ്റ്റ് 1 കിലോമീറ്റർ. അതെ മോളെ, മോൾ ആരെ കാണാനാ വന്നത്? അമിതാഭ് ബച്ചനെ കാണാൻ. അയാളാണല്ലോ അവിടെ വയ്യാതെ കിടക്കണത്. ആഞ്ജനേയ സ്വാമി. പരിചയമില്ലാത്ത ആരെങ്കിലും ആശുപത്രി കിടക്കുന്ന ആളെ കാണാൻ വരും? എന്നാ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം, ഒരു തേനീച്ചയും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒരു തേനീച്ചക്കൂട്ടിൽ തലയിട്ടാൽ ഒരു മനുഷ്യന്റെ തലയ്ക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇയാൾക്ക് എന്താണ് വയ്യേ? നിങ്ങൾ മനുഷ്യനെ കളിയൊക്കെയാണോ? കുറെ നേരമായി ഈ കോടീശ്വരൻ കളിക്കാൻ തുടങ്ങിയിട്ട്. തേനീച്ചയ്ക്ക് കൊമ്പുണ്ട്, മനുഷ്യന് കൊമ്പില്ല. ഞാൻ പച്ചമണ്ണ് വരിടും കേട്ടോ. ഇനി രണ്ടാമത്തെ ഉത്തരം. 1 hour later. ഈ കൊച്ചിന്റെ വീട്ടുകാരെ നമ്മൾ ആരെങ്കിലും അറിയോന്നുള്ളതാണ്. ആനച്ചിറന്ന് കരിങ്ങാച്ചിറയ്ക്ക് പോകുമ്പോ ദേവംകുന്ന് കവലയില് നല്ല മോരുമ്പെള്ളം കിട്ടും. ഏത് ഈ ദേവംകുന്ന് കവലയിലെ തടിമില്ല് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോ, കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു കുളം കാണും. അതിൽ ചാടി ചാവുക. ആ പഞ്ചായത്ത് കിണറിനോട് ചേർന്ന് കാണുന്ന വീടാണോ? ഇയാളുടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ കെട്ടാൻ പോണ പെൺകുട്ടിയാണ് ഇത്. അതങ്ങോട്ട് പറഞ്ഞാ മതി. അതിനാണ് ആനച്ചിറന്ന് കരിങ്ങാച്ചിറക്കി പോയി ഒരു കവറ് മത്തി വാങ്ങി കൊടമ്പുളി ഇട്ട് വെച്ച് എല്ലാരും കൂടി വട്ടത്തിലിരുന്ന് മുണുങ്ങി. അല്ലമ്മേ, അച്ഛൻ മരുന്ന് വല്ലതും മാറിക്കഴിച്ച് ഇൻഫെക്ഷൻ ആയതാണോ? കൊച്ചിലെ മുതൽ ഇവന്റെ ടൈമിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ്
ഞങ്ങൾ ആരൊക്കെയാണെന്ന് മോളെ പരിചയപ്പെടുത്താം. വേണ്ട. വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടാണ് ഇയാള് ഇതൊക്കെ ആരാണെന്നുള്ളത് പരിചയപ്പെടുത്താൻ പോണത്. ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോ ചായപ്പിൽ നിന്നൊരു കരച്ചിൽ കേൾക്കാം. അപ്പൊ ഞങ്ങൾ ചായ ഗ്ലാസ് നിലത്ത് വെച്ചിട്ട് സ്കൂൾ വിട്ടു വരുമ്പോ ചായ ക്ലാസ്സും കൊണ്ടാണോ വരുന്നത്? ഇനി രാജേന്ദ്രന്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് എത്തി നോക്കാം. തേനീച്ചക്കൂട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തേൻ കുടിക്കുന്നത് രാജേന്ദ്രന്റെ ഒരു ഹോബിയാണ്. എന്താന്നറിയില്ല, തേനീച്ചക്കൂട് കണ്ട അവൻ ആ തേനീച്ചക്കൂട് കുത്തി ഇളക്കി അതിന്ന് തന്നെ തേൻ കുടിക്കണം. ഫ്ലാഷ് ബാക്ക്. അവനെ കൊട്ടയുടെ അടി ഒളിച്ചിരിക്കുന്നു. പാവം കൊത്തേൽക്കാതെ ഒളിച്ചിരിക്കുകയായിരിക്കും. മോനെ ഇറങ്ങിപ്പോരെ, തേനീച്ചെല്ലാം പോയി. ആ കൊച്ചിനാരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലോ. സോമേട്ടാ, ചന്ദ്രേജി, ഓടിക്കോ. തേൻ കുടിക്കുന്ന പ്രായം എന്ന് പറയുമ്പോ ഈ മൂക്കിന്നൊക്കെ ഇങ്ങനെ ഒളിച്ചു വരില്ലേ? ഒളിച്ചു വരുമ്പോ ഇങ്ങനെ ഞാനല്ല കുടിച്ചത്, നിന്റെ അച്ഛനെ കുടിച്ചത്. ഇയാളെന്താ പാവയ്ക്ക് കീ കൊടുത്ത പോലെ ഇങ്ങനെ ചിരിക്കാൻ? അതിന് മാത്രം ഇപ്പൊ എന്താ അയാള് പറഞ്ഞു? അല്ലെങ്കിൽ എന്താ അയാള് ചെയ്ത്? സിസ്റ്ററെ, ഞങ്ങൾ ഈ കുടുംബക്കാരുടെ കഥയെന്ന് പറഞ്ഞാലേ സിനിമയിലും സീരിയലിലും ഒന്നും കാണത്തില്ല. വന്ന സ്ഥിതിക്ക് ഒന്ന് കേട്ടിട്ട് പോവാല്ലേ? അങ്ങനെ നേഴ്സ് ഇവരുടെ കഥ കേൾക്കാൻ അവിടെ ചെയറിട്ട് ഇരിക്കുകയാണ്. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക്. രാജേന്ദ്രൻ വല്ലാത്ത സൈക്കോ തന്നെ. എപ്പ നോക്കിയാലും എന്ത് പറഞ്ഞാലും ഇവരുടെ ഒരു ഉണക്ക ചിരി. ഇത് ജേസി വെച്ച് വിളിക്കാൻ പോകുമ്പോ പറ്റിയത് തന്നെയാണ്. ഒരാള് നേരെ ഭിത്തി പൊളിക്കാൻ പോയി, ഒരാള് കൂട് പൊളിച്ചു. രണ്ടുപേരും ഒരു ഭിത്തിയുടെ 2 വശങ്ങളാ. ചേട്ടാ, ഈ കിടക്കണതേ എന്റെ അമ്മാവനാ, പേര് രാജേന്ദ്രൻ. ഇയാളിപ്പോ പോവോ? ഈ നാടകം ഒന്ന് അവസാനിപ്പിച്ചിരുന്നു ഞാൻ കട്ടിൽ കയറി കിടക്കായിരുന്നു. അങ്ങനെ കഥ കേൾക്കാൻ വേണ്ടി പുതിയൊരു അതിഥി കൂടി വന്നു. ഒരു കാര്യം ചെയ്യൂ, ഇയാളുടെ ഒരു അനുഭവം പറയൂ, ഞാൻ ചിരിക്കട്ടെ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. എന്നാ ഞാൻ പറയാം. ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ ലോഹ്യം പറഞ്ഞിരിക്കണതിന്റെ ഇടയിൽ നിങ്ങളുടെ മകൻ ആ തേനീച്ചക്കൂട് ഇളക്കി വിട്ട് ഞങ്ങളെ കുത്തി തവിടുപൊടിയൊക്കെ കളഞ്ഞു. സൂത്രത്തിൽ അവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഒരു കഥയില്ലാത്തൊരു പടത്തില് വെറുതെ തിരികെ കയറ്റിയിരിക്കുന്ന 19 കഥകള്. അങ്ങനെ പടം തുടങ്ങുമ്പോ വന്ന ആള് ഒരിക്കൽ കൂടി വന്നിട്ടുണ്ട്. പിന്നെ അയാളും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടച്ചിരി. ഈ കൊച്ചേതാ? ഇവിടെ എന്താ ശരിക്കും നടക്കുന്നേ? അതെ, തുടക്കം മുതൽ ഒന്നുകൂടെ പറയാൻ പറ. സ്റ്റാർട്ടിങ് മുതൽ. വൺസ് മോർ. എനിക്കുണ്ട് ചിലത് പറയാൻ. ആരാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പക്ഷെ ഫ്ലോ കളയണ്ട, നിങ്ങൾ പറഞ്ഞോ. രാജേന്ദ്രൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പൊ ഇവരുടെ കഥയില് രാജേന്ദ്രൻ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇയാൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രായം എത്തുമ്പോഴേക്കും നമ്മളെ മണ്ണിന്റെ അടിയിൽ നിന്ന് മാന്തി എടുക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ട, ഇതിവിടെ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഫ്ലോ കളയണ്ട, നിങ്ങൾ പറഞ്ഞോ. ഓ, ഇയാളുടെ ഈ ഉണക്കക്കഥ ഒന്നും പറയാൻ എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഞാനായിട്ട് എന്തിനാ പറയണ്? നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇയാള് ചെറുപ്പത്തിൽ ഏതെങ്കിലും തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞുണ്ടാവും. തേനീച്ച വന്ന ആരെങ്കിലും കുത്തിണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാരും കൂടി ചേർന്ന് അപ്പോഴേക്കും അടുത്ത ഏതെങ്കിലും ഒരു നാറി വരും. എന്നിട്ട് ചോദിക്കും ഇതേതാ മോള്? എന്നിട്ട് വീണ്ടും ഒരു ഉണക്കക്കഥ പറയും. എന്നിട്ട് പിന്നെയും ചിരിക്കും. ഇനിയേ ഞാൻ പറയാൻ തുടങ്ങില്ല കഥ, അത് ഞാൻ പറയാം. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ തേനീച്ച ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങനെ ഈ പടം എടുത്തിണ്ടാവും? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. പറഞ്ഞ കഥ ഒരു രസമില്ല. നിങ്ങൾ ആരും കേൾക്കാത്ത അച്ഛന്റെ കഥ ഞാൻ പറയാം. ഞാൻ പറയാൻ പോണ കഥ നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ആ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആരോ വന്ന് കഥ തടസ്സപ്പെടുത്തി. എല്ലാവരും ഒന്ന് പുറത്തു പോകൂ. ആരാണ് അയാൾ? അറിയില്ല പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ മറക്കില്ല. പുറത്തു പോണം. അങ്ങനെ ഇയാളുടെ കഥകളൊക്കെ അവസാനിക്കുകയാണ്. രാജേന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പുതിയ വീടൊക്കെ വെച്ചു. പടത്തിന്റെ ക്ലൈമാക്സിൽ രാജേന്ദ്രൻ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുത്ത് എല്ലാവർക്കും കൊടുത്തു. നിന്റെ അമ്മായിയപ്പനെ പിണ്ണം വെക്കാൻ. ആ തൂങ്ങിക്കിടക്കുന്ന തേനീച്ചക്കൂട് കണ്ടോ? നിങ്ങൾ ദയവ് ചെയ്തൊന്ന് അനുവദിക്കണം. അദ്ദേഹം തേനീച്ചക്കൂട് എടുത്തൊന്ന് മാറ്റട്ടെ. A few moments later. Nice. ഒരു പാത്രത്തിൽ കുറച്ച് തേനെടുത്ത പ്രൊഡ്യൂസർക്ക് കൂടി കൊടുക്കായിരുന്നു. അല്ലാതെ ഇപ്പൊ ഈ പടം കൊണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നെനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ തേനും തേനീച്ചകളുമായി രാജേന്ദ്രന്റെ ജീവിതം മുന്നോട്ടു പോവുകയാണ്. എന്താ ഈ പടത്തിന്റെ കഥ? ഒരാൾ ആശുപത്രിയിലാവുന്നു, അയാളുടെ ബന്ധുക്കൾ അവിടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. ഈ പടം കാണുമ്പോ രാജേന്ദ്രന്റെ കൂടെ ആശുപത്രിയിൽ കൂട്ടു നിൽക്കാൻ പോയ ആൾക്കാരില് ഞാനും ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അമ്മാതിരി ലാഗാണ്. നമ്മുടെ രാജേന്ദ്രനും തേനീച്ചയും രണ്ടും സംഭവ. ഇതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ വല്ല ബുക്കായിട്ട് ഇറക്കിക്കൂടെ? രാജേന്ദ്രനും 101 തേനീച്ചകളും പറഞ്ഞിട്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടം ഉണ്ടാക്കി കൊടുക്ക്. അല്ലാതെ തേനീച്ചയുടെയും കൽക്കുന്നന്റെ ഒന്നും കഥ എടുക്കല്ലേ. നാട്ടുകാരായിട്ട് കാണൂല്ല, നിങ്ങളതായി പരുവത്തിലാവും ചെയ്യും. അത്തേനീച്ച, അമ്മണേനീച്ച, കൊമ്പനീച്ച.